ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ജയന്തിയെ കാണാനെത്തിയിരിക്കുകയാണ് ഐശ്വര്യ. എന്നിട്ട് ജയന്തിക്ക് വലിയൊരു സമ്മാനവും കൊടുത്തിരിക്കുന്നു. അത് കണ്ടപാടെ ജയന്തിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഐശ്വര്യ പറയുന്ന കാര്യങ്ങൾ ജയന്തി ചെയ്യുകയും ചെയ്യും. ഇതിന് എന്ത് വിലയാകും എന്ന് ചോദിക്കുന്നു. അതിന് 5 ലക്ഷം രൂപ വിലയാകും എന്ന് ഐശ്വര്യ. 5 ലക്ഷമോ? എൻ്റെ ഈ കഴുത്തി കിടക്കുന്ന മാലയ്ക്കോ? എൻ്റെ മുത്തപ്പ, ലോകത്തിൽ വേറെ ആർക്കും ഐശ്വര്യം കൊടുത്തില്ലെങ്കിലും ഐശ്വര്യ മേഡത്തിന് ഐശ്വര്യം കൊടുത്തേക്കണേ എന്ന് ജയന്തി പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു മേഡം, ഈ ജയന്തി ഐശ്വര്യ മേഡത്തിൻ്റെ കാലിലങ്ങ് കിടക്കാണ്. എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. ഇത് കേട്ട ഐശ്വര്യ പറയുന്നു, ജയന്തിയെക്കുറിച്ച് ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. ജയന്തി, എനിക്കൊരു കാര്യം ചെയ്തു തരണം. മേഡം പറഞ്ഞു, ഞാൻ എന്ത് വേണമെങ്കിലും കേൾക്കും എന്ന് ജയന്തി. ഒരാളെ കൊല്ലണം എന്ന് ഐശ്വര്യ. ഇത് കേട്ട ജയന്തി ഒന്ന് ഞെട്ടി. എന്താ മേഡം പറഞ്ഞത്? ഒരാളെ കൊല്ലാനോ? ഞാനോ? മേഡത്തിന് പറയാനുള്ളത് ഒന്ന് കേൾക്ക് എന്ന് മാലിനി പറയുന്നുണ്ട്. ഈ സമ്മാനം മാത്രമല്ല, ഇനി ഒരുപാട് സമ്മാനങ്ങൾ ജയന്തിയെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഐശ്വര്യ പറയുമ്പോൾ ജയന്തി പറയുന്നുണ്ട്, അതെവിടെയാ കൊന്ന സമ്മാനം കിട്ടുന്നത്? ജയന്തി മുന്നത്തെ പോലെയല്ല. ജയന്തിയും ശ്യാമയും അവളുടെ മകളും ഇപ്പോൾ എൻ്റെ ശത്രുക്കളാണ്. അതിന് കാരണം ഞാൻ പിന്നെ പറയാം. ഇത്രയും കാലം ശ്യാമയുടെ സമ്പത്തെ കൈകാര്യം ചെയ്തിരുന്നത് ഞാനായിരുന്നു. അത് ഒറ്റയ്ക്ക് ആസ്വദിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും പങ്കിടാനായിരുന്നു എൻ്റെ തീരുമാനം. ഇനിയിപ്പോൾ അങ്ങനെ പങ്കിടുന്ന കൂട്ടത്തിൽ ജയന്തിയും കൂടി ഉണ്ടാകും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ജയന്തി പറയുമ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള തടസ്സം രാധികയാണ്. ശ്യാമയുടെ മകൾ രാധിക. ഈ അവധിക്കാല വസതിയിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് രാധിക കൊല്ലപ്പെടണം. അത് ജയന്തി ചെയ്യണം. ഇത് കേട്ട് ജയന്തി ഞെട്ടി. എൻ്റെ പൊന്നു മേഡം, ഞാൻ ഈ വായിൽ തലച്ച് വർത്തമാനം പറയും എന്നല്ലാതെ അതിനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. എന്നെ വിട്ടേക്ക് മേഡം. അത്രയും നല്ലൊരു കൊച്ചിനെ ഞാൻ കൊല്ലാനോ? എനിക്ക് കഴിയില്ല മേഡം എന്ന് പറഞ്ഞ് ജയന്തി പോകാൻ തുടങ്ങുമ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട്, ജയന്തി ഒന്ന് നിന്നേ. ജയന്തിയുടെ മൂത്തമോളുടെ കല്യാണമല്ലേ, അത് നിനക്ക് ഭംഗിയായി നടത്തണ്ടേ? ഞാൻ പറയുന്ന കാര്യം ജയന്തി നടത്തി തന്നാൽ ജയന്തിയുടെ മകളുടെ കല്യാണം ഞാൻ നടത്തിത്തരാം, ആർഭാടമായി. ജയന്തി, ജീവിതത്തിലെ ഐശ്വര്യങ്ങൾ വളരെ കുറച്ചേ നമ്മുടെ മുന്നിലേക്ക് വരത്തുള്ളൂ. ജയന്തിയുടെ മുന്നിൽ ഇപ്പോൾ ഒരു അവസരമുണ്ട്. അത് ജയന്തി ഉപയോഗിച്ചാൽ ജയന്തിയുടെ കാര്യങ്ങൾ എല്ലാ കാലവും സുരക്ഷിതമായിരിക്കുമെന്ന് മാലിനി പറയുന്നു. നിനക്ക് ഒരു കുഴപ്പവും വരില്ല, അത് ഞാൻ നോക്കിക്കോളാം. ജയന്തി പറയുന്നു, അല്ല മേഡം, മോളുടെ കല്യാണമൊക്കെ നടത്തി തരാമെന്ന് പറഞ്ഞാലും എന്നാലും എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല മേഡം. നിനക്കിത് പറ്റണം എന്ന് പറഞ്ഞ് ഒരു മരുന്ന് ഐശ്വര്യ ജയന്തിയെ കാണിക്കുന്നു. ടെൻഷനോടെ അതിലേക്ക് നോക്കുകയാണ് ജയന്തി. രാധികയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒന്നിൽ ഇത് ചേർത്ത് കൊടുത്താൽ മതി എന്ന് ഐശ്വര്യ പറയുമ്പോൾ ജയന്തി പറയുന്നു, മേഡം എന്നെ കൊണ്ട് കഴിയില്ല മേഡം, സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മതി എന്ന് ഐശ്വര്യ. പിന്നെ ശ്യാമയോടുള്ള അതിരുവിട്ട സ്നേഹം കൊണ്ട് ഞാൻ ഈ പറയുന്നതൊക്കെ ശ്യാമയോട് പറയണമെന്ന് ജയന്തിക്ക് തോന്നുന്നത് ഇരിക്കട്ടെ. അഥവാ തോന്നിയാൽ രാധികയ്ക്ക് മുന്നേ ജയന്തിയും കുടുംബത്തെയും എനിക്ക് അവസാനിപ്പിക്കേണ്ടി വരും. ഇത് കേട്ട് ജയന്തി വീണ്ടും ഞെട്ടി. ജയന്തി പോയിക്കോ, നീ എനിക്ക് നല്ലത് വരാനേ ആഗ്രഹിക്കൂ എന്നെനിക്കറിയാം. ചെല്ലി എന്ന് പറഞ്ഞ് ഐശ്വര്യ ജയന്തിയെ പറഞ്ഞു വിടുന്നു. ജയന്തി പോയതിനു ശേഷം മാലിനി പറയുന്നുണ്ട് ഐശ്വര്യയോട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്ന മനസ്സാണ് അവളുടേത്. പക്ഷെ പണമേ ജയിക്കൂ. ജയന്തിയുടെ ആഗ്രഹം ആകാശത്തോളമാണ്. ജയന്തി അത് ചെയ്യും, അതെനിക്ക് ഉറപ്പാണ്. ശേഷം കാണിക്കുന്നത് ശ്യാമ പൂജാമുറിയിൽ നിന്ന് വിളക്ക് കൊളുത്തുന്നു. രാധിക മോള് നല്ല ഉറക്കമാണ്, എന്തായാലും ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് ശ്യാമ പറയുന്നുണ്ട്. എന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു നിൽക്കുന്നു. തുടർന്ന് രാധികയെ കാണിക്കുന്നുണ്ട്. ഉറക്കമാണെന്ന് പറഞ്ഞ രാധിക മുറ്റത്ത് നിൽക്കുന്നു. ഫിദ മേഡത്തിന് കൃഷ്ണ വിഗ്രഹം ഭയങ്കര ഇഷ്ടമാണ്. വിഗ്രഹം കാണാനായിട്ട് വരുമ്പോൾ നന്നായി ഒരുക്കി വെച്ചിരിക്കണം. അങ്ങനെ ചില ഇലകളൊക്കെ പറിക്കുകയായിരുന്നു രാധിക. എന്നിട്ട് അതുമായി അകത്തേക്ക് വരുന്നു. ഈ സമയം ശ്യാമയും അങ്ങോട്ടേക്ക് വരുന്നു. പെട്ടെന്ന് രാധികയെ കണ്ട് ശ്യാമ ഒന്ന് മറഞ്ഞു നിൽക്കുന്നുണ്ട്. രാധിക നേരെ പൂജാമുറിയിലേക്ക് വന്നപ്പോൾ അവിടെ വിളക്ക് തെളിയിച്ചതാണ് കാണിക്കുന്നത്. കള്ളകൃഷ്ണൻ വേല തുടങ്ങിയല്ലേ? ഞാനിതൊക്കെ എതിർത്തോണ്ട് വരുമ്പോഴത്തേക്കും എന്തിനാ ഫിദ മേഡത്തെ ഒരുക്കാൻ സമ്മതിച്ചത് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതൊക്കെ അവിടെ വെക്കുന്നു. സാരമില്ല, ഫിദ മേഡത്തിന് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. ഇതൊക്കെ ശ്യാമ കാണുന്നു. ഭഗവാനെ, എന്നെ ഇത്രയും നന്നായി നോക്കുന്ന ഫിദ മേഡത്തിനും ശ്യാമ മേഡത്തിനും നല്ല അനുഗ്രഹം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാധിക അവിടുന്ന് പോകുന്നു. തുടർന്ന് ജയന്തിയെ കാണിക്കുന്നുണ്ട്. ജയന്തി ആണെങ്കിൽ രാധികയ്ക്ക് കൊടുക്കാനായി പാല് കാച്ചുന്നു. വല്ലാത്ത ടെൻഷനോടെ നിൽക്കുകയാണ് ജയന്തി. ഐശ്വര്യ പറഞ്ഞ ആ ഒരു മരുന്ന് എടുക്കുന്നു. ഇതേസമയം ശ്യാമ കൃഷ്ണ വിഗ്രഹവും കയ്യിലെടുത്തുകൊണ്ട് അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ജയന്തി പാലിൽ വിഷം കലർത്തുന്നുണ്ട്. ഒരു സ്പൂൺ കൊണ്ട് അത് മിക്സ് ചെയ്യുകയും ചെയ്തു.
ശ്യാമ കൃഷ്ണവിഗ്രഹം കയ്യിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഭഗവാനെ, ആപത്തുകളുടെ നടുവിലാണ് ഞങ്ങൾ. എൻ്റെ മകൾക്ക് രക്ഷാകവചമാകണം. എന്നും അങ്ങയുടെ മുന്നിൽ പ്രാർത്ഥനയോടെ കൂടെ ഇരിക്കുന്ന അവൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുക്കണമേ. ഒരു ശത്രുവിനും അവളെ ജയിക്കാൻ കഴിയരുത് എന്നൊക്കെ ശ്യാമ പ്രാർത്ഥിക്കുന്നു. ജയന്തി പാലിൽ വിഷം കലർത്തിയെങ്കിലും അത് കൊടുക്കാൻ മനസ്സ് വരുന്നില്ല. ആ കുപ്പിയെ എടുത്തതുപോലെ തിരിച്ചു വെക്കുകയും ചെയ്യുന്നു. പക്ഷേ പാലിൽ കലർത്തിയിട്ടുണ്ട്. അതുമായി രാധികയുടെ അടുത്തേക്ക് നടക്കാൻ പോയപ്പോഴാണ് പെട്ടെന്ന് ജയന്തിയുടെ കയ്യിൽ നിന്നും ആ പാല് താഴെ വീഴുന്നത്. ഗ്ലാസ് പൊട്ടുകയും ചെയ്തു. രാധിക അവിടേക്ക് ഓടിയെത്തി. എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. അത് മോൾക്ക് പാലെടുത്തതാണ്, ഗ്ലാസ് അറിയാതെ താഴെ വീണു എന്ന് ജയന്തി പറഞ്ഞു. ഒരു ഗ്ലാസ് പൊട്ടിയതല്ലേ, അതിനെന്തിനാ ഇത്രയും വിഷമിക്കുന്നത്? വേണമെങ്കിൽ ഞാൻ വൃത്തിയാക്കാം എന്ന് പറഞ്ഞ് രാധിക വൃത്തിയാക്കാൻ തുടങ്ങുമ്പോൾ ജയന്തി പറയുന്നു, അയ്യോ വേണ്ട, ഞാൻ റെഡിയാക്കാം, മോള് പൊയ്ക്കോളൂ. അങ്ങനെ രാധിക അവിടെ നിന്ന് പോകുന്നു. ജയന്തി തന്നെ അവിടെ വൃത്തിയാക്കുന്നുണ്ട്. തുടർന്ന് വരുണിനെ കാണിക്കുന്നുണ്ട്. വരുൺ കയ്യിൽ എന്തോ വെച്ച് കറക്കിക്കൊണ്ടിരിക്കുന്നു. മുറിയിൽ തന്നെയുണ്ട്. രാധികയെ എങ്ങനെ കണ്ടുപിടിക്കും? അതിന് ഒരു മാർഗം കണ്ടെത്തിയേ പറ്റൂ. എല്ലാവരും കൂടി എൻ്റെ മുന്നിൽ നിന്ന് മാർഗം അടയ്ക്കുകയാണല്ലോ. ഈ സമയത്ത് കൈ കറക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാധനം താഴെ വീണ് പോകുന്നുണ്ട്. കട്ടിലിനടിയിലേക്ക് പോകുന്നു. വരുൺ അത് എടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ വരുണിന് കട്ടിലിനടിയിൽ നിന്നും ആ താലി കിട്ടുന്നു. ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുകയാണ് വരുൺ. ആ താലിയിൽ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് ആ താലി കയ്യിലെടുത്ത് ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് വരുൺ. എന്തായാലും വരുണിന് താലി കിട്ടി. രാധികയുടെ കഴുത്തിൽ വരുൺ താലി കെട്ടിയ ആ ഒരു സംഭവം വരുൺ ഇപ്പോൾ ഓർക്കുന്നു. മുത്തശ്ശി അറിയിക്കാം എന്ന് വിചാരിച്ച് പെട്ടെന്ന് മുത്തശ്ശിയുടെ അരികിലേക്ക് ഓടുകയാണ് വരുൺ. മുത്തശ്ശിയാണെങ്കിൽ സാരിയൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടേക്ക് ഓടിയെത്തി മുത്തശ്ശി എടുത്ത് പൊക്കി കറക്കുകയാണ് വരുൺ. എന്താടാ, രാധിക മോള് തിരിച്ചു വന്നോ എന്നെ സന്തോഷത്തോടെ മുത്തശ്ശി ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു, ഇല്ല മുത്തശ്ശി, പക്ഷേ അയാളെ ഇനിയൊരിക്കലും എനിക്ക് നഷ്ടപ്പെടില്ല എന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു. ദേ ഇത് കണ്ടോ, ഇത് ഞാൻ എൻ്റെ പെണ്ണിൻ്റെ കഴുത്തിൽ കെട്ടിയ താലിയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് ഞാനിത് കാണിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രശ്നമുണ്ടായില്ലേ? എന്തായാലും എനിക്കത് കിട്ടി മുത്തശ്ശി. എവിടുന്നാണ് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ എൻ്റെ മുറിയിൽ നിന്ന് തന്നെയാണ്, ഞാൻ കിടക്കുന്ന കട്ടിലിന് താഴേന്ന്. അപ്പോൾ ഇത് സത്യമല്ലേ മുത്തശ്ശി? ഞങ്ങളുടെ ബന്ധം സത്യമല്ലേ? മുത്തശ്ശി പറഞ്ഞതുപോലെ ദൈവമില്ലേ അതിന് കാവല്? ഇപ്പോൾ തന്നെ പരമേശ്വരനെയും പത്മിനിയെയും ഇത് കാണിക്കണം, പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്ന് മുത്തശ്ശി. അത് വേണ്ട മുത്തശ്ശി, അച്ഛനോടും അമ്മയോടും അത് പറഞ്ഞാൽ ചിലപ്പോൾ അവരത് മനസ്സിലാക്കില്ല. ഈ താലി കാണിക്കേണ്ടത് അവരെയല്ല, രാധികയുടെ അച്ഛനെയാണ്, ദേവനാരായണൻ തിരുമേനിയെ. മുന്നോട്ട് പോകാനുള്ള സൂചന ദൈവം തന്നിട്ടും ഇനി ഞാനത് ചെയ്തില്ല എങ്കിൽ അത് മണ്ടത്തരമാകും. ഞങ്ങൾക്കൊന്നിച്ച് ജീവിക്കണം മുത്തശ്ശി, ഞങ്ങളുടെ സ്വപ്നങ്ങൾ നടക്കണം. പോയിട്ട് വാ മോനെ, ദൈവം നിന്നെ കാക്കുമെന്ന് മുത്തശ്ശി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സന്തോഷത്തോടെ വരുൺ പോവുകയാണ് താലിയുമായി. അവസാനം രാധിക മോളെ കിട്ടി, ഭഗവാനെ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് മുത്തശ്ശി. തുടർന്ന് ശ്യാമ രാധികയും കൂട്ടി ഒരു വള്ളത്തിൽ പോവുകയാണ്. ശ്യാമ തന്നെ തുഴയുന്നു. വെള്ളത്തിൽ കളിക്കുകയാണ് രാധിക. ഫിദ മേഡം വലിയ സംഭവമാണ് കേട്ടോ. ഫിദ മേഡത്തിന് വഞ്ചി തുഴയാൻ അറിയാമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മോൾ എൻ്റെ കൂടെയുണ്ടല്ലോ, മോൾക്ക് സന്തോഷം കിട്ടുന്ന എന്ത് കാര്യവും ഞാൻ ചെയ്യും. ഇഷ്ടമായോ ഈ യാത്രയെന്ന് ശ്യാമ ചോദിക്കുന്നു. ഒരുപാട് ഇഷ്ടമായി. ഞാൻ ചിലപ്പോഴൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഇങ്ങനെ പോകുന്നതൊക്കെ. സ്വപ്നങ്ങൾ നടത്തി തരാനല്ലേ അമ്മ കൂടെ ഇരിക്കുന്നത് എന്ന് ശ്യാമ പറയുന്നു. എന്നിട്ട് ശ്യാമ രാധികയുടെ മുഖത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ രാധികയും. രണ്ടുപേരും സന്തോഷത്തോടെ പോകുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.